എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ബ്രാൻഡ് നെയിമിങ്ങിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഈ ഒരു ചാനലിൽ ആമസോൺ സെല്ലിംഗ് ചെയ്യാനുള്ള, അതായത് ഒരു ഓൺലൈൻ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വരാൻ പോകുന്ന വീഡിയോകളൊക്കെ അതുപോലത്തെ വീഡിയോകളായിരിക്കും. ഓൺലൈൻ ബ്രാൻഡിങ് നമ്മൾ മെയിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം ആമസോൺ ആണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ നമ്മളെ സ്വന്തമാക്കില്ല ഒരു വെബ്സൈറ്റ് വഴിയൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കുക. അപ്പോൾ ഇത് ഞാനൊരു പ്രത്യേകിച്ച് ഐഡിയ കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പം പിന്നെ സീറോന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ആണ്. ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അപ്പം അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എന്തെങ്കിലും പേരൊക്കെ വെച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു മുമ്പിലേക്കുള്ള വഴികൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗതി കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്റ്റെപ്പിൽ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്യാന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ ഡിഫറെന്റ് ബ്രാൻഡ് നെയിംസ്, അതായത് മൈൻഡിൽ വരുന്ന ഡിഫറെന്റ് ബ്രാൻഡ് നെയിംസ് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് അത് ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടൊരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ ബ്രാൻഡ് നെയിം കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ഇതിൽ ഈ ബ്രാൻഡ് നെയിമിൽ തന്നെ ഡിഫറെന്റ് വേറെ കുറേ നെയിംസ് ഒക്കെ ഉണ്ട്. അതായത് ബ്രാൻഡ് നെയിം ഉണ്ട്, കമ്പനി നെയിം ഉണ്ട്, പ്രൊഡക്ഷൻ നെയിം ഉണ്ട്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കമ്പനി നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കേസ് എടുത്താണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്. ആപ്പിളിന്റെ കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇൻകോർപ്പറേഷൻ എന്നാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നെയിം എന്ന് ഐഫോൺ, ഐപാഡ്, മാക്ബുക്ക്, ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ഡിഫറൻസ്. കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പബ്ലിക്കലി വിസിബിൾ അല്ലാത്ത സംഭവമാണ് കമ്പനി നെയിം. അത് ഇപ്പോ ഡിഫറെന്റ് ആയിട്ടും വരാം. ഇങ്ങനെ ഈ കമ്പനി നെയിം ആപ്പിൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയില്ലേ, മേ ബി ഇത് ഡിഫറെന്റ് ആയിട്ട് വരാം. പക്ഷെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇത് പല പേരുകളും ബ്രാൻഡ് നെയിമാണ്. പിന്നെ നമുക്ക് പബ്ലിക്കലി വിസിബിൾ ആയിട്ടുള്ളത് ഇപ്പം ആപ്പിൾ, അത് സാംസങ്, അപ്പോൾ ഇതൊക്കെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ അത് നമുക്ക് പബ്ലിക്കലി വിസിബിൾ ആണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. പ്രൊഡക്റ്റ് നെയിമും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം നല്ല രീതിക്ക് ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്രാൻഡ് നെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേറൊരു കാര്യം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്. ഇപ്പം ബ്രാൻഡ് നെയിം നമ്മൾ ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തി. അപ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഈ യൂസർ നെയിം, അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ്, അത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ യൂസർ നെയിം അവൈലബിൾ ആണോ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറെ പേരിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ബ്രാൻഡ് നെയിമിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻസ്റ്റയിലും ഇതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഡൊമൈനൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അത്തരം സംഗതികൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മേ ബി ദ ബെറ്റർ ഫോർ ദ ഫ്യൂച്ചർ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പേരിട്ട് തുടങ്ങുന്നതിന് പകരം ടേക്ക് ദ ടൈം ടു ഡു ദാറ്റ്. അപ്പം അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഉള്ള സ്റ്റഡികൾ നമുക്ക് ലേൺ ചെയ്യാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫ്യൂച്ചർ പ്രൂഫാക്കി വെക്കുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ കുറച്ച് പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീക്കെൻഡിൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിക്കിൾ ഐറ്റംസ് ആണ് മെയിനായിട്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ, ഇത് ഒരു നെയിം ഐഡിയകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ ഇങ്ങനത്തെ വീഡിയോസാണ് ഉണ്ടാവുക. അപ്പം അത് ഇൻട്രസ്റ്റഡ് ഉള്ളവര് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം എന്ന പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ദിവസവും ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബ്രാൻഡ് നെയിമിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കുറിച്ച് കിട്ടുന്ന കുറച്ച് ഡാറ്റകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.